പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു 5 കാരണങ്ങൾ സാരി ബ്ലൗസിനെ പറ്റി വീഡിയോ ചെയ്യാം എന്ന് കരുതിയിരിക്കുന്നു. ഇപ്പം നമ്മൾ ഇന്ന് പല സബ്സ്ക്രൈബറും നമ്മളോട് ചോദിച്ചൊരു കാര്യം, ഈ ഫ്രണ്ട് നെക്കിൻ്റെ ചുളിവിൻ്റെ കാര്യവും ബാഗ് കൈ പിടിക്കുമ്പോൾ കൈയുടെ ഭാഗം കൊമ്മളിച്ച് പൊങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞ കാര്യവും, ഫ്രണ്ട് യൂനെക്ക് വെട്ടിയാൽ അത് വി പോലെ വരുന്നു, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ 3-4 വീഡിയോയിൽ വിശദീകരിച്ച് കൊടുത്തു. അപ്പോൾ അത് അവർ പ്രയോഗിച്ച് നോക്കി. അങ്ങനെ അവർ വെട്ടിത്തയ്ച്ച ബ്ലൗസിന് അതുപോലുള്ള കംപ്ലൈൻറ്റുകളൊന്നും വന്നില്ല, വളരെ നന്നായിരിക്കുന്നു എന്ന് പലരും അഭിപ്രായം ഇട്ടു. അത് തന്നെ ഒരു വലിയ സന്തോഷം തന്നെയാണ്. ഇപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ, സാരി ബ്ലൗസ് ഇടുമ്പോൾ കൈയുടെ ജോയിൻറ്റ് പുറകുവശത്ത് തിരിഞ്ഞു വരുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറയുന്നു. അതെന്തു കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്? രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ഫ്രണ്ട് ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ ബാക്ക് സൈഡിലെ ഷോൾഡർ താഴോട്ട് ഇറങ്ങി വരുന്നു. ഇത് എന്ത് കാരണങ്ങൾ കൊണ്ട് സംഭവിക്കും? അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എങ്ങനെ നമ്മൾ നോക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഈ 2 കാര്യങ്ങളും നമ്മൾ നല്ലതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത് രണ്ടും. അപ്പം അതേക്കുറിച്ച് നമ്മൾ വളരെ കാര്യമായ രീതിയിൽ തന്നെ നമ്മൾ തയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതേപ്പറ്റി ഇന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മൾ കൈ വെട്ടുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ട്. കൈ നമ്മൾ വെട്ടുമ്പോൾ നമ്മൾ കൈയുടെ ഫ്രണ്ട് പീസ് എടുത്ത് വിടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഭാഗം, അതായത് കൈയുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ 2 ഇഞ്ച് കൊടുത്തു, ഈ ഒരു ഭാഗത്ത് 1.25 ഒന്നും കൊടുത്തിട്ട് ഈ ഒരു വശത്താണ്, അതായത് ഇതിൻ്റെ സെൻട്രലിലാണ് നമ്മൾ 3/4 ഇഞ്ച് കുഴിച്ച് വെട്ടുന്നത്. പ്രത്യേകം നിങ്ങൾ ഓർത്തോണം, ഇതിൻ്റെ 3/4 ഇഞ്ചിലാണ് നമ്മൾ ഈ സെൻട്രലിലാണ് 3/4 ഇഞ്ച് നമ്മൾ കുഴിച്ച് വെട്ടുന്നത്. ഈ കുഴിച്ച് വെട്ടുന്നതും നമ്മുടെ ഫ്രണ്ട് പീസുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഈ ഫ്രണ്ട് പീസിൽ ഈ കുഴിവും തമ്മിൽ ചേരാഴിക വരുമ്പോഴാണ് ഈ കൈയുടെ സെൻറ്റർ നമുക്ക് ബാക്ക് സൈഡിലേക്ക് മറിഞ്ഞു പോകും. കാരണം നമ്മൾ ഇടുമ്പോൾ ഈ സെൻറ്റർ കൃത്യമായിട്ട് നിൽക്കത്തില്ല. ഒന്നല്ലേ ബാക്ക് സൈഡിലോട്ട് വലിയും, കറങ്ങിപ്പോവും, ഇല്ലേ ഫ്രണ്ട് സൈഡിലോട്ട് കറങ്ങി വരും. എത്ര വലിയുന്ന തുണിയാണെങ്കിലും സംഭവിക്കാവുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ സെൻറ്റർ ബാക്ക് സൈഡിലോട്ട് പോകും. ബാക്ക് സൈഡിലോട്ട് സെൻറ്റർ നീങ്ങിപ്പോകുമ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ സെൻറ്റർ ബാക്ക് സൈഡിലേക്ക് നമ്മൾ ഇടുമ്പം നീങ്ങിപ്പോകുമ്പോൾ ഏകദേശം ഇതിങ്ങനെ നീങ്ങിപ്പോകുമ്പോൾ ഈ കൈ ഇങ്ങനെയാണ്. ഇതിൻ്റെ സെൻറ്റർ വശം നമ്മൾ ജോയിൻറ്റ് ചെയ്യുമ്പം ഈ കൈ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഈ കൈ ഇരിക്കുമ്പോൾ സെൻറ്ററിലോട്ട് പോകുന്നതനുസരിച്ച് ബാക്ക് പീസ് തള്ളിപ്പോകുമ്പോഴാണ് ഫ്രണ്ട് പീസ് നമുക്ക് ബാക്ക് ഷോൾഡറിൽ നിന്നും ഫ്രണ്ട് ഷോൾഡറിലേക്ക് ഫ്രണ്ട് ഇറങ്ങി വരും. അതായത് നമ്മൾ ഇങ്ങനെയാണ് സാരി ബ്ലൗസ് ഫ്രണ്ടും ബാക്കും വെട്ടിയിരിക്കുന്നത്. ഈ വെട്ടിയിരിക്കുമ്പോൾ കൈയുടെ സെൻറ്റർ മറിഞ്ഞു പോയാൽ ഈ ബാക്ക് ഷോൾഡർ ഇത്ര ഇങ്ങനെ മറിഞ്ഞു വരും. അപ്പം ഷോൾഡറിൻ്റെ സെൻറ്റർ ഇതുപോലെ നിൽക്കും. ഇങ്ങനെ ഈ ഷോൾഡർ സെൻറ്റർ മാറി ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരുന്നതിന് പ്രധാന കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ ഈ ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടുന്ന കാര്യത്തിൽ കണക്കിൽ വ്യത്യാസം വന്നാൽ കൈയുടെ സെൻറ്റർ പുറകുവശത്തേക്ക് മറിഞ്ഞു പോകും. സംഭവിക്കുന്ന പ്രധാന കാര്യങ്ങളാണ്, ഒന്ന്, നമുക്ക് ഷോൾഡർ ഇറങ്ങി വരും. ഷോൾഡർ ബാക്ക് 1 ഇഞ്ച് ഇറങ്ങിയെങ്കിൽ ഫ്രണ്ട് അതുപോലെ തന്നെ 1 ഇഞ്ച് താഴോട്ട് പോകും. ഈ താഴോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഫ്രണ്ട് നെക്ക് പെട്ടെന്ന് നമുക്ക് ചുളിവ് വരും. അത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പരമപ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഒരു കാര്യമാണ്. ഒരു കാരണവശാലും നമുക്ക് ഈ കൈ പിടിപ്പിക്കുമ്പം ബോഡിയുടെ സെൻറ്ററും കൈയുടെ സെൻറ്ററും തമ്മിൽ നമുക്ക് ഒരു കാരണവശാലും സെൻറ്റർ മാറാൻ പാടില്ല. നമ്മൾ സെൻറ്റർ കൈ പിടിപ്പിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസ് എടുത്ത് കുഴിച്ച് വെട്ടി, കൈയുടെ ഫ്രണ്ട് പീസ് നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. കുഴിച്ച് വെട്ടിയിട്ടാണല്ലോ നമ്മൾ തയ്ക്കാനിരിക്കുമ്പോൾ ഇതാണ് ഫ്രണ്ട്. ഈ ഫ്രണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചാണ് തയ്ക്കുന്നത്. ഇങ്ങനെ വെച്ച് നമ്മൾ ഫ്രണ്ട് പീസ് ഇങ്ങനെ തയ്ക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക്
ഇവിടെ ഈ ഫ്രണ്ട് വന്നെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ഷേപ്പ്, അതായത് കൈ കുഴിച്ച് വെട്ടിയ കൈയും ഫ്രണ്ട് കുഴിച്ച് വെട്ടി, ഫ്രണ്ട് നമ്മൾ 1.25 ഇഞ്ച് താത്തിട്ടാണ് ഇവിടെ കുഴിച്ച് വെട്ടുന്നത്. ഈ കുഴിച്ച് വെട്ടുന്നത് തമ്മിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ലാതെ പോയെങ്കിൽ എന്ത് ചെയ്യും? ഐഡിയ ഇല്ലാതെ പോയെങ്കിൽ ഈ കുഴിച്ച് വെട്ടുന്ന ഭാഗവും ഫ്രണ്ടും തമ്മിൽ വ്യത്യാസം വരും. കൈ ഒരു സൈഡേയും പോവും, ഫ്രണ്ട് വേറൊരു സൈഡേയും പോവും. അപ്പോൾ എന്ത് പറ്റും? ഒരു കാരണവശാലും ഫ്രണ്ട് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നിൽക്കത്തില്ല. ഫ്രണ്ട് വശം താഴോട്ട് താഴുമ്പോൾ എന്ത് ചെയ്യും? കൈ ബാക്ക് സൈഡിലോട്ട് പോകുമ്പോൾ ഫ്രണ്ട് താഴുമ്പോൾ നമ്മുടെ ഈ ഡാട്ടിൻ്റെ എല്ലാ പൊസിഷനും മാറിപ്പോകും. അപ്പോൾ ഒരു ബ്ലൗസിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് കൈ അറ്റാച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് നമ്മൾ ഒരിക്കലും മാറിപ്പോകാതെ സൂക്ഷിച്ചോണം. കൈ ഇപ്പോൾ വെട്ടുമ്പോൾ തന്നെ നമ്മളിത് ബാക്ക് പീസ് വെച്ച് നമ്മൾ ഫ്രണ്ട് ഇങ്ങനെ ബാക്ക് പീസ് വെച്ച് കൈയുടെ സെൻറ്ററൊക്കെ നമ്മൾ നോക്കിയിട്ടാണല്ലോ കൈ വെട്ടുന്നത്. അത്രയും കൃത്യമായിട്ട് നോക്കിപ്പോകുന്ന കൈയുടെ സെൻറ്റർ ഒരു കാരണവശാലും നമുക്ക് മാറാൻ പാടില്ല. നമ്മൾ കൈയുടെ സെൻറ്റർ, ഇപ്പം കൈയുടെ സെൻറ്റർ ഞാനൊന്ന് കാണിച്ചു തരാം. കൈയുടെ സെൻറ്റർ നിങ്ങൾ തയ്ക്കാനിരിക്കുന്നതിന് മുന്നേ തന്നെ കൈയുടെ സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഈ സെൻറ്റർ ബാക്ക് പീസിൻ്റെ ഇവിടുന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കണ്ടല്ലോ, ഈ തയ്യൽ തുമ്പ് ഇന്ന് തള്ളി ഈ സെൻറ്റർ ഇങ്ങനെ തന്നെ പോകണം. കണ്ടോ? ഇങ്ങനെ തന്നെ പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കണക്കും പ്രകാരമുള്ള നമ്മൾ വെട്ടിയതിൻ്റെ കൃത്യമായ രീതിയിൽ ഈ കൈ നിൽക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ ഈ ഒരു സെൻറ്റർ ബാഗിൽ നിന്ന് നമ്മൾ കുറച്ചിങ്ങ് താഴോട്ടായെന്ന് വെച്ചോ, താഴോട്ടായാൽ നമ്മുടെ ഈ കൈ വെട്ടുന്നതിനുള്ള ഷേപ്പും ഈ കൈക്കുഴി വെട്ടുന്ന ഷേപ്പും രണ്ടും തമ്മിൽ വ്യത്യാസം വരും. അപ്പോൾ തയ്ക്കാനിരിക്കുമ്പോൾ നിങ്ങൾ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ പ്രശ്നങ്ങൾ കാണിക്കുന്നുവെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കൈയുടെ സെൻറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് 2 കൈയും ഇടത്ത് കൈയും വലത്ത് കൈയും മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ കൈ റൗണ്ടിലാണെങ്കിലും നീളത്തിലാണെങ്കിലും നമ്മൾ ഈ കൈ അറ്റാച്ച് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ അത് പ്രശ്നം വരും. ഇപ്പോൾ ഫ്രണ്ട് വശം നമ്മൾ ഇതുണ്ടോ, ഇത് ഫ്രണ്ട് പീസിൽ നമ്മൾ ഇവിടം വരെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് തള്ളിക്കഴിഞ്ഞിട്ട് നമ്മളിതുണ്ട്, ഇത് ഫ്രണ്ട് നമ്മൾ ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നമ്മൾ റൗണ്ടിൽ പിടിപ്പിച്ചാൽ അപ്പോൾ അതുണ്ട് കറക്റ്റ് നമ്മൾ ആ കൈയുടെ കുഴിച്ച് വെട്ടിയുടെ അവിടെ വന്നു, ഫ്രണ്ട് ഡാട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ വന്ന് നിൽക്കുമ്പം നമ്മുടെ കൈ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ അതുപോലെ തന്നെ വരും. ഒരു കാരണവശാലും കൈയുടെ സെൻറ്റർ മാറത്തേയില്ല. സെൻറ്റർ നമ്മൾ മേലുവശം മാറാതെ പിടിപ്പിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ സൈഡിലെ ഈ സെൻറ്റർ ബാക്ക് സൈഡിലേക്ക് പോകും. ബ്ലൗസ് നിങ്ങൾ തയ്ച്ചിടുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ബാക്ക് സൈഡിൽ ചില ബ്ലൗസുകൾ ഇടുമ്പോൾ നമ്മൾ ബ്ലൗസ് കയറ്റി ഇട്ട് കഴിയുമ്പോൾ ഈ ജോയിൻ്റ് നമ്മുടെ ബാക്ക് സൈഡിലോട്ട് മറിഞ്ഞു പോകും. നിങ്ങൾക്ക് ഞാനത് ഒന്നും കൂടെ കാണിച്ചു തരാം, മനസ്സിലാവുന്ന വിധത്തിൽ തന്നെ ഒരു ബ്ലൗസിൽ തന്നെ കാണിച്ചു തരാം. അതായത് ഈ ബ്ലൗസിൻ്റെ ഈ ഒരു സെൻറ്റർ വശമില്ലേ, ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ തിരിഞ്ഞ് ബാഗിലോട്ട് പോകും. ഇങ്ങനെ ഇരിക്കും ബ്ലൗസ്. ഇവിടെ ചിലപ്പോൾ ഓക്കെ ആവും, ചിലപ്പോൾ ഇവിടെ കൂടെ തിരിഞ്ഞു പോകും. ഇത്രയും ഭാഗം തിരിഞ്ഞ് ബാക്ക് സൈഡിലോട്ട് കൈ പോകും. കൈ ബാക്ക് സൈഡിലോട്ട് പോയി കഴിയുമ്പോൾ ഈ കൈ ഇങ്ങനെ കൊമ്പളച്ച് വന്നിട്ട് ഫ്രണ്ട് സൈഡിലോട്ട് താഴോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം ഡാട്ട് താഴോട്ട് പോകും. ഡാട്ടിൻ്റെ ബെൽറ്റും താഴോട്ട് പോകും. ബെൽറ്റ് താഴോട്ട് പോകുമ്പോൾ നമ്മൾ യൂനക്ക് വെട്ടിയ നെക്ക് ഒരു കാരണവശാലും യൂനക്ക് കിട്ടത്തില്ല, അത് വി പോലെ ചുളിഞ്ഞു പോകും. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുണ്ട് കൈയുടെ സെൻറ്ററും ബ്ലൗസിൻ്റെ ഷോൾഡർ സെൻറ്റർ തമ്മിൽ. ഇന്ന് നിങ്ങൾ എത്ര നമ്മൾ കണക്ക് കൂട്ടി ഒരു ബ്ലൗസ് വെട്ടിയാലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ജോയിൻ്റ് ചെയ്യുന്ന വശങ്ങളിലൊക്കെ സെൻറ്റർ വ്യത്യാസം വന്നു പോയാൽ ഒരു കാരണവശാലും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ആ ബ്ലൗസിന് ഫിനിഷിങ് കിട്ടത്തേയില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ബ്ലൗസ് വെട്ടുമ്പോൾ ഇല്ലെങ്കിൽ ബ്ലൗസ് വെട്ടിക്കഴിഞ്ഞ് തയ്ക്കാനിരിക്കുമ്പോൾ സെൻറ്റർ പ്രത്യേകം നിങ്ങൾ നോക്കി ചെയ്യുക. പ്രത്യേകം തയ്ക്കാനിരിക്കുമ്പോൾ നോക്കേണ്ട പ്രത്യേക കാര്യങ്ങളാണ്. പിന്നെ ഒരു കാരണവശാൽ നിങ്ങൾ വേറൊരു കാര്യം ഞാൻ പറയാം, ഈ നമ്മൾ ബെൽറ്റ് പീസ് വെട്ടുമ്പോൾ
ഫ്രണ്ട് പീസ് നമ്മൾ മാർക്ക് ചെയ്താണ് വെട്ടുന്നത്. വെട്ടുമ്പോൾ ഈ മെയിൻ ഡാട്ട് നമ്മൾ പിടിച്ച് കഴിയുമ്പോൾ ഒരു ഷേപ്പും ഇത് പിടിക്കുന്നതിന് മുമ്പേ വേറൊരു ഷേപ്പാണ്. അപ്പം ബെൽറ്റ് പീസ് വെട്ടുമ്പോൾ നമ്മൾ പ്രത്യേകം നോക്കേണ്ട ഒരു കാര്യം, കട്ട് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ താഴോട്ടൊരു വര വരച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ട്. പല വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾ ഡാട്ടിൻ്റെ അവിടുന്ന് ബെൽറ്റ് വരെ നമ്മളൊരു വര വരയ്ക്കുന്നുണ്ട്. ഈ ബെൽറ്റ് വശത്ത് നമ്മൾ ഇപ്പം തമ്മിൽ ഇതുണ്ട്. ഇപ്പം ഡാട്ട് പിടിച്ച് കഴിയുമ്പം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ബെൽറ്റിൻ്റെ ഷേപ്പ് വെട്ടിയിരിക്കുന്നത്. കണ്ടോ, ഒരു ചുളിവും ഇല്ലാതെ നിൽക്കും. ബെൽറ്റ് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് ഈ ഷേപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ സെൻറ്റർ മാറിപ്പോയാൽ കൈയുടെ പോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തും അത് പ്രശ്നങ്ങൾ വരാം. അപ്പം നിങ്ങൾ ബെൽറ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വലത്തുവശത്തെ ഫ്രണ്ട് പീസ് ആണെങ്കിലും നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ രണ്ടും അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഒരു കാരണവശാലും ഡാട്ട് വശത്തെ സെൻറ്റർ തെറ്റിപ്പോകാതിരിക്കും. അപ്പോൾ ഈ വക കാര്യങ്ങൾ പ്രത്യേകം നോക്കി സ്റ്റിച്ച് ചെയ്യുക. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഓർമ്മയിലിരിക്കട്ടെ. കൈ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം തയ്ക്കാനിരിക്കുക. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ളൊരു കംപ്ലൈൻറ്റ് വരത്തില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക്